ഗൈസ് അപ്പൻ്റെ കുറച്ച് ഫാൻസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ നാട്ടിലെ മലവിളക്കാണ്. ധനു 9-നാണ് മലവിളക്ക് നടക്കാറ്, അതായത് ഡിസംബർ 24-ന്. അപ്പൊ ഞാൻ പതുക്കെ റെഡി ആയിട്ട് കൂട്ടുകാരനെ വിളിച്ച് മല കയറാൻ പോവാണ്. അപ്പോഴാണ് നമ്മുടെ കുറച്ച് ഫാൻസിനെ കണ്ടത്. വീഡിയോ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാന്ന്. എനിക്ക് വയ്യ. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. അങ്ങനെ പതുക്കെ മലയ്ക്ക് വിട്ടു. അത്യാവശ്യം തിരക്കൊന്നും തുടങ്ങിയിട്ടുണ്ട്. മലയുടെ താഴെ എപ്പോഴും ഈ കളിപ്പാട്ടും പൊരിയും അലുവയൊക്കെ കൊണ്ട് നിറയും. അങ്ങനെ നമ്മൾ പതുക്കെ മല കയറാൻ തുടങ്ങി. ദാ കാണാണ് മലയുടെ മോള്. ഇനി അതുവരെ കയറി എത്തേണ്ട കാര്യം ആലോചിച്ചിട്ടാണ്. പഴയതിനേക്കാളും മലയ്ക്ക് വലിപ്പം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. വിചാരിക്കണ പോലെ അത്ര ഈസി അല്ല മല കയറല്. സ്റ്റെപ്പാണെങ്കിൽ ഈസി ആയിരുന്നു, പക്ഷെ ഇത് സ്റ്റെപ്പല്ല, ഫുള്ള് പാറയാണ്. പകുതി എത്തിയപ്പോൾ ഒരു നല്ലൊരു വ്യൂ കണ്ടു. കയറിയതിനുള്ളിൽ ഉണ്ട് കേട്ടാ. വിശ്വസിക്കുമെന്നറിയില്ല, ചെറുപ്പത്തിൽ ഈ മലവിളക്ക് ദിവസം ഒരു 2 മുതൽ 3 തവണ മല കയറാറുണ്ട്. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ പതുക്കെ നമ്മൾ കല്ലിടാങ്കുന്നെത്തി. ഇവിടെയാണ് കല്ല് പെറുക്കിയിടേണ്ടത്. പക്ഷെ ഞാൻ അവിടെ തപ്പിയിട്ട് എനിക്ക് കല്ലൊന്നും കിട്ടിയില്ല. അങ്ങനെ മോളെത്താനായപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരെയും കണ്ടു. സാധാരണ ഒരുപാട് പേരെ കാണാറുണ്ട്, ഇപ്പം ആരും വരാറില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇത്രയും എഫേർട്ട് ഇട്ട് കയറി തൊഴുതുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമ്പോഴേക്കും രാത്രിയായി. അങ്ങനെ നമ്മൾ പതുക്കെ മല ഇറങ്ങിയാൽ നമ്മൾ നേരെ പോകുന്ന അടുത്തുള്ളൊരു പള്ളിക്കാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പള്ളിയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ കൂപ്പണൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ നമുക്കൊന്നും അടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.